السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، لا ضد له ولا ند له ولا مثيل. ونشهد أن محمدًا عبده ورسوله وحبيبه وخليله، بلغ الرسالة وأدى الأمانة. صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. صدق الله العظيم. إنما الأعمال بالنيات وإنما لامرئ ما نوى. فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه. صدق رسوله النبي الكريم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂട്ടത്തെ കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസിക്ക് പുണ്യങ്ങൾ സമ്പാദിക്കാൻ വേണ്ടി കനിഞ്ഞരുളുന്ന മാസമാണ് റമദാൻ. ഈ വർഷത്തെ റമദാൻ നമ്മിലേക്ക് സമാഗതമാകാൻ വേണ്ടി പോവുകയാണ്. ധാരാളം അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന മാസമാണ് വിശുദ്ധ റമദാൻ. ആ റമദാൻ എന്ന് പറയുന്ന അറബി പദത്തിൽ 5 അക്ഷരങ്ങളുണ്ട്. ഈ 5 അക്ഷരങ്ങളിൽ തന്നെ ധാരാളം തത്വങ്ങളും യാഥാർത്ഥ്യങ്ങളും അടക്കം ചെയ്തിരിക്കുകയാണ്. ഗുനിയത്തുൽ താലിബീൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുല്ല രചിച്ച ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ റമദാൻ എന്ന് പറയുന്ന പദത്തിലെ 5 അക്ഷരങ്ങളിൽ ഓരോ അക്ഷരങ്ങളിലും അടക്കം ചെയ്തിരിക്കുന്ന യാഥാർത്ഥ്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ അക്ഷരമാണ് റാ. റിദ്വാൻ എന്ന യാഥാർത്ഥ്യം ആ അക്ഷരത്തിൽ അടക്കം ചെയ്തിരിക്കുകയാണ്. അനുഗ്രഹീത റമദാനിലെ വ്രതാനുഷ്ഠാനത്തിലൂടെയും മറ്റ് അമലുകളിലൂടെയും അള്ളാഹുവിന്റെ റിള അഥവാ അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാൻ കഴിയും. റമദാൻ എന്ന അറബി പദത്തിന്റെ 2ാമത്തെ അക്ഷരം മീമാണ്. ആ മീമിൽ അടക്കം ചെയ്തിരിക്കുന്ന യാഥാർത്ഥ്യം മുബാറക്കുൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ശഹ്റുൻ മുബാറക്കുൻ, അനുഗ്രഹ സമ്പൂർണമായ മാസമാണ് വിശുദ്ധ റമദാൻ. റമദാൻ എന്ന അറബി പദത്തിൽ അടക്കം ചെയ്തിരിക്കുന്ന 3ാമത്തെ അക്ഷരം ലാദാണ്. ആ ലാദിലൂടെ ഉദ്ദേശിക്കുന്നത് ലാമിൻ എന്നതാണ്. ലാമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമതലയും ഉത്തരവാദിത്വവും ഏറ്റെടുക്കുക. അനുഗ്രഹീത റമദാനിലെ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ മറ്റു കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ അള്ളാഹു സത്യവിശ്വാസിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന മാസമാണ്.
റമദാൻ എന്ന അറബി പദത്തിൽ അടക്കം ചെയ്തിരിക്കുന്ന നാലാമത്തെ അക്ഷരം അലിഫാണ്. അതിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഉൽഫത്ത്, സ്നേഹം, മുഹബ്ബത്ത്. അനുഗ്രഹീത റമദാൻ എല്ലാവരോടും സ്നേഹവും അനുകമ്പയും കാട്ടേണ്ടുന്ന മാസമാണ്. വീട്ടുകാരോട്, കുടുംബക്കാരോട്, നാട്ടുകാരോട്, പാവങ്ങളോട് അനുകമ്പ കാട്ടേണ്ടുന്ന മാസമാണ്. ഉൽഫത്തിന്റെ മാസം. റമദാൻ എന്ന അറബി പദത്തിന്റെ അഞ്ചാമത്തെ അക്ഷരം നൂനാണ്. ആ നൂനിൽ അടക്കം ചെയ്തിരിക്കുന്ന തത്വം നൂർ അഥവാ പ്രകാശം എന്നതാണ്. അനുഗ്രഹീത റമദാൻ പ്രകാശപൂരിതമായ മാസമാണ്. അതിന്റെ രാത്രികളെയും ഇബാദത്ത് കൊണ്ട് പ്രകാശപൂരിതമാക്കണം. ആ അനുഗ്രഹീത റമദാനിലെ വ്രതാനുഷ്ഠാനത്തിലൂടെയും മറ്റു കർമ്മങ്ങളിലൂടെയും ഹൃദയവും ആത്മാവും അവയവങ്ങളും ജീവിതവും പ്രകാശപൂരിതമായി തീരും. ഈ റമദാൻ എന്ന പദത്തിൽ തന്നെ ഇത്രയും വലിയ തത്വങ്ങളും യാഥാർത്ഥ്യങ്ങളും അടക്കം ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ മാസത്തിൽ അവർണ്ണനീയമായ ധാരാളം ദീനിയും ദുന്യവിയും മുഖ്റവിയുമായ അനുഗ്രഹങ്ങൾ അടക്കം ചെയ്തിരിക്കുകയാണ്. ഈ മാസത്തിലെ വ്രതാനുഷ്ഠാനത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിരിക്കുകയാണ്. ആ വ്രതാനുഷ്ഠാനത്തിന്റെ ഭൗതികവും ആത്മീയവുമായ ധാരാളം പ്രയോജനങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ വിശുദ്ധ ഖുർആനിന്റെ രൂപേണയും തങ്ങളുടെ വചനങ്ങളിലൂടെയും വിശദീകരിക്കുകയുണ്ടായി. അനുഗ്രഹീത റമദാനിലെ വ്രതാനുഷ്ഠാനത്തിന്റെ ഭൗതിക നേട്ടമാണ് സൂമു തസിഹു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വചനമാണ്, നിങ്ങൾ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ആരോഗ്യം നേടിയെടുക്കുക. സ്ഥിരമായി ഫർളായ നോമ്പും സുന്നത്തായ നോമ്പും എടുക്കുന്നവരുടെ ശരീരം ആരോഗ്യ സമ്പൂർണമായി തന്നെ നിലയുറപ്പിക്കും. നമ്മുടെ ഒക്കെ തെറ്റായ ഒരു സങ്കല്പമാണ് മനുഷ്യ ശരീരത്തിന് ആരോഗ്യം കൈവരിക്കാൻ കഴിയുന്നത് ഒരുപാട് വാരി വലിച്ച് അന്നപാനീയങ്ങൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുമ്പോഴാണ് എന്ന്. യഥാർത്ഥത്തിൽ മനുഷ്യൻ അവന്റെ അന്നപാനീയങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോഴാണ് അവന് ശാരീരികമായ ആരോഗ്യം നേടിയെടുക്കാൻ കഴിയുന്നത്. ഹാറൂൺ റഷീദ് ചക്രവർത്തിയുടെ അടുക്കൽ ഒരു ക്രൈസ്തവ പുരോഹിതനായ ഡോക്ടർ കടന്നു വന്നു. അദ്ദേഹം ചോദിക്കുകയുണ്ടായി, നിങ്ങളുടെ വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ നിയമ പുസ്തകമാണല്ലോ, അതിൽ ആത്മീയതയുടെ എല്ലാ വശങ്ങളും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്താ വിശുദ്ധ ഖുർആനിൽ ശരീരത്തിന്റെ ആരോഗ്യത്തെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ടോ? കാരണം ഇൽമ് അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൽമുൽ അബ്ദാനി വ ഇൽമുൽ അദിയാൻ, ശരീരശാസ്ത്രവും മതങ്ങളെ കുറിച്ചുള്ള പരിജ്ഞാനവുമാണ് യഥാർത്ഥത്തിൽ ഇൽമ്, അറിവ്, വിജ്ഞാനം എന്നാൽ അതിന്റെ വിവക്ഷ തന്നെ. നിങ്ങൾ മതത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പാരായണം ചെയ്യുന്നു, എന്താ ശരീരശാസ്ത്രത്തിനെ കുറിച്ചോ അതിന്റെ ആരോഗ്യത്തെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ടോ? ഹാറൂൺ റഷീദ് ചക്രവർത്തി അദ്ദേഹത്തിന്റെ സദസ്സിലുണ്ടായിരുന്ന ഖുർആൻ പ്രഭാഷകനായിരുന്ന അലി ഇബ്നു ഹുസൈൻ അൽ വാഖിദി എന്ന് പറയുന്ന പണ്ഡിതനോട് പറഞ്ഞു, ഈ ക്രൈസ്തവ പുരോഹിതനായ ഡോക്ടറിന് നിങ്ങൾ ഉത്തരം നൽകുക. അലി ഇബ്നു ഹുസൈൻ അൽ വാഖിദി എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിന്റെ പണ്ഡിതൻ ആ ക്രൈസ്തവ പുരോഹിതനായ ഡോക്ടറിന് മറുപടി നൽകുകയുണ്ടായി. വിശുദ്ധ ഖുർആനിന് മനുഷ്യ ശരീരത്തിന്റെ ആരോഗ്യശാസ്ത്രം വിവരിക്കാൻ വേണ്ടി സമ്പൂർണമായ ഒരു സൂറത്ത് അധ്യായം വേണ്ടി വന്നില്ല, സമ്പൂർണമായ ഒരു ആയത്ത് സൂക്തവും വേണ്ടി വന്നില്ല. നേരെ മറിച്ച് മനുഷ്യന്റെ ശരീരത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പ്രതിപാദിക്കാൻ വേണ്ടി അള്ളാഹുവിന് ഒരു ആയത്തിന്റെ ഒരു സൂക്തത്തിന്റെ കഷണം മാത്രമേ വേണ്ടി വന്നുള്ളൂ. എന്നിട്ട് അലി ഇബ്നു ഹുസൈൻ അൽ വാഖിദി ആയത്തിന്റെ കഷണം പാരായണം ചെയ്യുകയാണ്. ഖുലൂ വസ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ഇത് സമ്പൂർണമായ ഒരു ആയത്തിന്റെ കഷണമാണ്. സമ്പൂർണമായ ആയത്ത്
خذوا زينتكم عند كل مسجد وكلوا واشربوا ولا تسرفوا إنه لا يحب المسرفين. കുലൂ വസ്റബൂ, നിങ്ങൾ അന്നപാനീയങ്ങൾ ഉപയോഗിക്കുക. വലാ തുസ്രിഫൂ, നിങ്ങൾ അമിതമായി അന്നപാനീയങ്ങൾ ഉപയോഗിക്കരുത്. ആ ക്രൈസ്തവ പുരോഹിതനായ ഡോക്ടർ പറയുകയുണ്ടായി, വിശുദ്ധ ഖുർആൻ ആരോഗ്യ ശാസ്ത്രത്തെ സംബന്ധിക്കുന്ന അടിസ്ഥാന ഘടകം വിശദീകരിച്ചിരിക്കുകയാണ്. കാരണം മനുഷ്യ ശരീരം രോഗബാധിതമാകുന്നത് അമിതമായി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. മനുഷ്യൻ അന്നപാനീയങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് എങ്കിൽ അവന്റെ ശരീരം ആരോഗ്യ സമ്പൂർണമായി നിലയുറപ്പിക്കും. ഇന്ന് ലോകത്ത് വ്യാപിച്ചിരിക്കുന്ന രോഗങ്ങളുടെ എല്ലാം അടിസ്ഥാനം മാറിയ ഭക്ഷണക്രമങ്ങളാണ്. മനുഷ്യൻ അതും ഇതും വാരി വലിച്ച് ഒരു നിയന്ത്രണവുമില്ലാതെ അവന്റെ ഉള്ളിൽ നിന്ന് പൊന്തി വരുന്ന ഇംഗിതത്തിനനുസരിച്ച് ഭക്ഷിക്കുമ്പോൾ അവൻ പല രോഗത്തിന്റെ അഡിക്റ്റാകുകയാണ്. ഷുഗർ രോഗബാധിതനാകുന്നു. ക്യാൻസർ പോലെയുള്ള വലിയ വലിയ മാരകമായ രോഗങ്ങൾക്ക് കാരണം മാറിയ ഭക്ഷണക്രമമാണ്. ആ ക്രൈസ്തവ പുരോഹിതനായ ഡോക്ടർ വീണ്ടും ചോദിച്ചു, നബി വചനങ്ങൾ, ഹദീസുകൾ, അതിലും ആത്മീയതയുടെ എല്ലാ വശങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ട്. എന്താ ശരീരത്തിന്റെ ആരോഗ്യത്തെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അലി ഇബ്നു ഹുസൈൻ അൽ വാഖിദി റഹിമഹുള്ള പറയുകയുണ്ടായി, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വചനമാണ്, അൽ മഅദതു ബൈതുദ്ദാ വൽ ഹമിയതു റഅസു കുല്ലി ദവാഇൻ വഅഅതി കുല്ല ബദനിൻ മഅവതഹു. അൽ മഅദതു ബൈതുദ്ദാ, ആമാശയമാണ് എല്ലാ രോഗങ്ങളുടെയും ഉത്ഭവ കേന്ദ്രം. മനുഷ്യൻ അവന്റെ ആമാശയത്തിലേക്ക് ഇറക്കിവിടുന്ന അന്നപാനീയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ശരീരം രോഗബാധിതമാകുന്നത്. വൽ ഹമിയതു റഅസു കുല്ലി ദവാഇൻ, സൂക്ഷ്മത എല്ലാ മരുന്നുകളുടെയും ശിരസാണ്. മനുഷ്യൻ സൂക്ഷിച്ച് ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു രോഗവും അവനെ ബാധിക്കത്തില്ല. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, മനുഷ്യന്റെ ശരീരങ്ങൾ വ്യത്യസ്തമായ രീതിയിലും ഘടനയിലുമാണല്ലോ പടച്ചിരിക്കുന്നത്. ഓരോരുത്തരും അവനവന്റെ ശരീരത്തെ കുറിച്ച് പഠിക്കണം. എന്റെ ശരീരത്തിൽ ഏത് ഭക്ഷണമാണ് ഇണങ്ങുന്നത്, എന്റെ ശരീരത്തിൽ ഏത് പാനീയമായി ഇണങ്ങുന്നത്. അള്ളാഹു ഹലാലാക്കിയ ഭക്ഷണമുണ്ട്, അള്ളാഹു ഹലാലാക്കിയ പാനീയമുണ്ട്. അതിൽ ഏതൊക്കെയാണ് എനിക്ക് ഫിറ്റാകുന്നത്, എന്റെ ശരീരത്തിന് ദഹിക്കുന്നത് എന്ന് ചിന്തിക്കുക, പഠിക്കുക. എന്നിട്ട് ആ ഇണക്കമുള്ള ഭക്ഷണം നൽകുക. നമുക്കറിയാം, വീട്ടിൽ തന്നെ 5 പേരുണ്ട് എങ്കിൽ ഒരു ചില ഭക്ഷണം കഴിച്ചാൽ ചിലർക്ക് എന്ത് ചെയ്യും, വയറുവേദന, ഒരു ഗ്യാസായി. വേറെ ചിലർക്കാണ് എങ്കിൽ ചില ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ ഹൈ ആവും. മറ്റു ചിലർക്ക് വേറെ ചില ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ, BP ഹൈ ആകും. അങ്ങനെയുള്ള ആൾക്കാർ കൊഴുപ്പ് നിയന്ത്രിക്കുക, മധുരം നിയന്ത്രിക്കുക. ഏത് ഭക്ഷണമാണോ നമുക്ക് ആരോഗ്യപൂർണമായി ശരീരത്തിന് പ്രയോജനപ്പെടുന്നത് എന്ന് ഓരോരുത്തരും അവനവന്റെ ശരീരത്തിനെ കുറിച്ച് പഠിച്ച് ആ ശരീരത്തിന് ഇണക്കമുള്ള ഭക്ഷണം നൽകണം. ആ ക്രൈസ്തവ പുരോഹിതനായ ഡോക്ടർ വിശുദ്ധ ഹദീസുകളിലും നബിതങ്ങളുടെ വചനങ്ങളിലും മനുഷ്യ ശരീരത്തിന്റെ ആരോഗ്യ ശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ വിവരിച്ചിരിക്കുകയാണ് എന്ന് അംഗീകരിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ധാരണ പോലെയല്ല നമ്മൾ ഓരോരുത്തരും. അന്നപാനീയങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിലൂടെയാണ് നമ്മുടെ ശരീരത്തിന് ആരോഗ്യം കിട്ടുന്നത്, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം പുഷ്ടിപ്പെടുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മദീനയിൽ ഒരു ഡോക്ടർ വന്നു. വൈദ്യശാസ്ത്രത്തെ കുറിച്ച് നന്നായി പരിജ്ഞാനമുള്ള ഒരു ഡോക്ടർ. മദീനക്കാരാണ് എങ്കിൽ ആത്മീയതയുടെ പ്രതീകങ്ങളാണ്. അതുകൊണ്ട് തന്നെ രോഗം വന്നാൽ ചികിത്സിക്കാൻ അറിയുന്ന ആരും തന്നെ ഉണ്ടാകില്ല എന്ന സങ്കല്പത്തോടു കൂടിയ മൂപ്പരവിടെ വന്നത്. ഏകദേശം 1 വർഷം കഴിഞ്ഞു. ഒരു രോഗിയെ പോലും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. ഒരു രോഗി പോലും ആ ഡോക്ടറുടെ അടുക്കൽ ശുശ്രൂഷ തേടിയെത്തിയില്ല.
ഡോക്ടർ അന്വേഷിച്ചപ്പോൾ ഇവര് വെറുതെ ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിക്കുന്നവരല്ല. വിശപ്പ് വരുമ്പോൾ കഴിക്കും, മതിയാകുന്ന അളവ് മാത്രം കഴിക്കും. അമിതമായി അഭിരുചിക്ക് വേണ്ടി കഴിക്കാറില്ല. അദ്ദേഹം നിരാശനായി മടങ്ങിപ്പോകേണ്ടി വന്നു. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുസ് ജീവിക്കുന്ന ഒരു ജീവിയുണ്ട്, മുതല. ഒരു മുതലയുടെ ആയുസിനെ കുറിച്ച് നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 150, 200, 250 വർഷം വരെ ജീവിക്കും. ഇത്രയും ആയുസുള്ള മുതല ദിനംപ്രതി കഴിക്കുന്നത് 750 ഗ്രാം ഭക്ഷണമാണ്. നമ്മളൊരു മന്തി തന്നെ 1 കിലോ ഒരിപ്പിനിരുന്ന് കഴിക്കും. എന്നിട്ടും മതി വരാതെ വീണ്ടും എന്ത് ചെയ്യും, ഓർഡർ ചെയ്യും. പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ, അവര് നമ്മുടെ നാട്ടിലുള്ള സാധാരണ ചോറൊന്നും കഴിക്കാറില്ല. അവരാണെങ്കിൽ ഇഞ്ചക്ട് ചെയ്ത ചിക്കനും മറ്റുമൊക്കെ കഴിച്ച് കുറെ കഴിയപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. മെഡിക്കൽ കോളേജ്, ഹോസ്പിറ്റലിൽ, ക്യാൻസർ സെന്ററിൽ ചെന്ന് കഴിഞ്ഞാൽ അധികവും ഉദര ക്യാൻസർ ബാധിച്ച ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ് വൈറൽ ക്യാൻസർ ബാധിക്കുന്നത്? എന്തുകൊണ്ടാണ് ഉദരത്തിൽ ക്യാൻസർ ബാധിക്കുന്നത്? ആ ഡോക്ടർമാർ തന്നെ പറയുന്നതാണ്, ഇഞ്ചക്ട് ചെയ്ത കോഴികൾ വാങ്ങി കഴിച്ചു കഴിഞ്ഞാല് അമിതമായി അതിന്റെ ഉപയോഗത്തിന്റെ പേരില ഈ ക്യാൻസറും മറ്റുമൊക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് അനുഗ്രഹീത റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മാസം പകലെല്ലാം അന്നപാനീയങ്ങളിൽ നിന്ന് ഒഴിവായി തന്റെ വയറിനും തന്റെ ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ അനിവാര്യമായ ബൃഹത്തായ ഒരു സമ്പ്രദായം ഒരുക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്നലി കുല്ലി ശൈഇൻ സകാതൻ വസകാത്തുൽ ജസദി അസ്സൗം. എല്ലാ വസ്തുക്കളെയും അഴുക്കാക്കുന്ന ധാരാളം കണ്ടന്റുകളുണ്ട്. ഇരുമ്പിനെ തുരുമ്പ് കേടാക്കി കളയും. ആ വസ്തുക്കളെ സംസ്കരിക്കുന്ന ഘടകങ്ങളുമുണ്ട്. ഇരുമ്പിനെ ശുദ്ധിയാക്കുന്ന ഘടകമുണ്ട്. നമുക്കറിയാം, മുലയിൽ തീയിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഇരുമ്പിലെ തുരുമ്പ് മാറും, സ്ഫുടം ചെയ്തെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ മനുഷ്യന്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ധാരാളം മാലിന്യങ്ങളുണ്ട്. അത് മനുഷ്യ ശരീരത്തിന് രോഗബാധിതമാക്കും. അങ്ങനെയുള്ള എല്ലാ മാലിന്യങ്ങളെയും അഴുക്കുകളെയും പരിശുദ്ധമാക്കുന്ന അള്ളാഹു നൽകിയിരിക്കുന്ന ബൃഹത്തായ സംവിധാനമാണ് നോമ്പ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, ഇന്നലി കുല്ലി ശൈഇൻ സകാതൻ. എല്ലാ വസ്തുക്കളെയും സംസ്കരിച്ച് പരിശുദ്ധമാക്കുന്ന ഘടകങ്ങളുണ്ട് എങ്കിൽ വസകാത്തുൽ ജസദി അസ്സൗം. മനുഷ്യന്റെ ശരീരത്തെ രോഗബാധിതമാക്കുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്ന് സംസ്കരിച്ച് അവനെ ആരോഗ്യ സമ്പുഷ്ടനാക്കുന്നത് നോമ്പാണ്, വ്രതാനുഷ്ഠാനമാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ നോമ്പിന്റെ ഭൗതിക നേട്ടമാണ് മനുഷ്യൻ ആരോഗ്യം നേടിയെടുക്കാൻ കഴിയും എന്നത്. ഇനി നോമ്പിന്റെ ആത്മീയ നേട്ടം എന്താണ്? ആ നോമ്പിലൂടെ നമ്മുടെ ഹൃദയത്തിൽ തഖ്വ, വിശുദ്ധി, ദൈവഭക്തി നേടിയെടുക്കാൻ കഴിയും. നമ്മളെല്ലാവരും ഇബാദത്തുകളിൽ വ്യാപൃതരാകുന്നവരാണ്. അല്ലാഹു ഇബാദത്തിലൂടെ ബാഹ്യ പ്രകടനങ്ങളല്ല ആഗ്രഹിക്കുന്നത്. ആ ഇബാദത്തിന്റെ പ്രതിഫലനമാകുന്ന തഖ്വ ഹൃദയത്തിൽ സ്ഥാപിക്കപ്പെടലാണെന്ന് ആഗ്രഹിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ ഇബാദത്തുകളുടെ ലക്ഷ്യം വിശദീകരിക്കുന്നിടത്ത് വളരെ കൃത്യമായി ഇത് പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബകും, നിങ്ങളുടെ രക്ഷിതാവിനെ ഇബാദത്ത് എടുക്കണം. അല്ലദീ ഖലഖകും, അവനാണ് നിങ്ങൾക്ക് ഉൽപ്പത്തി നൽകിയവൻ. വല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ മനുഷ്യ സമൂഹത്തിനും സൃഷ്ടിപ്പ് നൽകിയവൻ അവനാണ്. എന്തിനു വേണ്ടിയാണ് റബ്ബിനെ ഇബാദത്ത് എടുക്കാൻ വിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശം? ലഅല്ലകും തത്തഖൂൻ. ആ ഇബാദത്തിലൂടെ അതിന്റെ പ്രതിഫലനമാകുന്ന തഖ്വ നിങ്ങളുടെ ഹൃദയങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി. എല്ലാ ഇബാദത്തിന്റെയും ലക്ഷ്യം കേവലം ബാഹ്യ പ്രകടനങ്ങളല്ല, അതിന്റെ പ്രതിഫലനമാകുന്ന തഖ്വ ഹൃദയങ്ങളിൽ സ്ഥാപിക്കലാണ്.
ജുസ്ഇയായ ധാരാളം ഇബാദത്തുകളുടെ ലക്ഷ്യം വിശദീകരിക്കുന്നിടത്തും ഖുർആൻ ഇത് പറയുന്നുണ്ട്. ലയ്യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അവരറക്കുന്ന ബലിമൃഗത്തിന്റെ മാംസമോ രക്തമോ അല്ലാഹുവിന്റെ അടുക്കൽ എത്തുന്നില്ല. നേരെ മറിച്ച് ആ ബലികർമ്മത്തിലൂടെ അല്ലാഹു ലക്ഷ്യമാക്കിയ തഖ്വയാണ് സ്വീകാര്യമായി അല്ലാഹുവിന്റെ അടുക്കൽ എത്തുന്നത്. പള്ളി നിർമ്മാണം എത്രയോ ഉയർന്ന ഇബാദത്താണ്. അതിന്റെ ലക്ഷ്യം തഖ്വയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ട പള്ളി. ആ പള്ളിയിൽ വരുന്നതിലൂടെ, ആ പള്ളിയിൽ നടക്കുന്ന അമലിലൂടെ ഹൃദയത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയും ഹൃദയത്തിൽ ഭക്തിയും ഉണ്ടാകണം. ومن يعظم شعائر الله فإنها من تقوى القلوب. അല്ലാഹുവിന്റെ ചിഹ്നങ്ങൾ ബഹുമാനിക്കൽ. അല്ലാഹുവിന്റെ ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെല്ലാം കാര്യങ്ങളിലൂടെ ഇസ്ലാം പരസ്യമാകും അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിന്റെ ചിഹ്നമാണ്. ജുമുഅ, ജമാഅത്ത് നമസ്കാരം, 2 പെരുന്നാൾ, ഹജ്ജിന്റെ അമലുകൾ, ഇതെല്ലാം ജനങ്ങളുടെ മുന്നിൽ ഇസ്ലാം പരസ്യമാകുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അതെല്ലാം അല്ലാഹുവിന്റെ ചിഹ്നങ്ങളാണ്. അതിനെ അർഹിക്കുന്ന പ്രാമുഖ്യവും പ്രാധാന്യവും നൽകൽ ഉയർന്ന ഇബാദത്താണ്. ആ ഇബാദത്തിലൂടെയും അല്ലാഹ് ലക്ഷ്യം വെക്കുന്നത് ഹൃദയത്തിലെ തഖ്വയാണ്. وَمَن يُعَظِّمْ شَعَائِرَ اللَّهِ അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ആര് ബഹുമാനിക്കുന്നുവോ فَإِنَّهَا مِن تَقْوَى الْقُلُوبِ തീർച്ചയായും അത് ഹൃദയങ്ങളുടെ തഖ്വയിൽ പെട്ടതാണ്. അനുഗ്രഹീത റമദാനിലെ വ്രതാനുഷ്ഠാനത്തിന്റെ ലക്ഷ്യം യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അല്ലാഹു പറയുകയാണ്, ഓ സത്യവിശ്വാസികളെ, അനുഗ്രഹീത റമദാനിൽ നിങ്ങൾക്ക് വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ടു. മുൻകഴിഞ്ഞ സമുദായങ്ങൾക്കും വ്രതാനുഷ്ഠാനം ഉണ്ടായിരുന്നു. ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ കേവലം അന്നപാനീയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് മനുഷ്യനവന്റെ വികാര വിചാരങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കൽ മാത്രമല്ല, ആ വ്രതാനുഷ്ഠാനത്തിലൂടെ അല്ലാഹു ലക്ഷ്യം വെക്കുന്നത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങളുടെ ഹൃദയത്തിൽ തഖ്വ സ്ഥാപിക്കപ്പെടല. എന്തുകൊണ്ടാ എല്ലാ ഇബാദത്തുകളിലൂടെയും അല്ലാഹു തഖ്വ ആഗ്രഹിക്കുന്നു? ഇന്ന് മനുഷ്യൻ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഹറമിൽ ഉംറ കഴിഞ്ഞു വന്ന ആളോട് ഞാൻ അന്വേഷിച്ചപ്പോഴും നേരത്തെ ഉംറ ചെയ്യുന്നതിനേക്കാൾ എത്രയോ 10 മടങ്ങ് ആൾക്കൂട്ടം അവിടെ ഉണ്ട്. ഒരു ഭാഗത്ത് നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്. മറുഭാഗത്ത് അതിനേക്കാൾ തിന്മയും പാപങ്ങളും വളരെ കൂടുതൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. നന്മ ചെയ്യുന്നവരുടെ ജീവിതത്തിലും ആ നന്മയും ഇബാദത്തും കാർന്നു തിന്നുന്ന പാപങ്ങൾ. എന്തുകൊണ്ടാ? ഇബാദത്തിലൂടെ ലക്ഷ്യം വെച്ച തഖ്വ ഹൃദയത്തിൽ കിട്ടിയിട്ടില്ല. ഹൃദയത്തിൽ തഖ്വ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പാപങ്ങളിൽ നിന്ന് പരിശുദ്ധമാകും. കാരണം മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുന്നത് ഹൃദയത്തിൽ കടന്നുകൂടുന്ന പിശാചിന്റെ ദുർപ്രേരണകളാണ്. ഇബാദത്തിലൂടെ മനുഷ്യൻ ഹൃദയത്തിൽ തഖ്വ നേടിയാലോ, ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്താൻ തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. ഇന്നല്ലദീന തഖൗ, ഇബാദത്തിലൂടെ ഹൃദയത്തിൽ തഖ്വ നേടിയെടുത്തവൻ, ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്താൻ, പിശാച് അവന്റെ ഹൃദയത്തിൽ കടന്നുകൂടി ദുഷ്വികാര വിചാരങ്ങൾ ഇട്ടുകൊടുക്കുമ്പോൾ തദക്കറു, അവൻ ഓർക്കും, ഫൈദാഹും മുബ്സിറൂൻ, അവര് കാണുകയും ചെയ്യും എന്റെ ഹൃദയത്തിൽ ഉടലെടുത്ത ഈ വികാര വിചാരങ്ങൾ പൈശാചിക ദുർപ്രേരണയാണ്. ഇതിനനുസരിച്ച് നോക്കൽ ഹറാമാണ്, ഇതിനനുസരിച്ച് കേക്കൽ ഹറാമാണ്, ഇതിനനുസരിച്ച് സംസാരിക്കൽ ഹറാമാണ്.
ഇതിനനുസരിച്ച് പ്രവർത്തിക്കൽ ഹറാമാണ്. അവന്റെ രാത്രിയും അവന്റെ പകലും അവന്റെ വ്യക്തി ജീവിതവും അവന്റെ കുടുംബ ജീവിതവും അവന്റെ സാമ്പത്തിക രംഗങ്ങളും ഹറാമിൽ നിന്ന് പാപത്തിൽ നിന്ന് പരിശുദ്ധമായിരിക്കും. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രാത്രി ജനങ്ങളുടെ ക്ഷേമാന്വേഷണത്തിനായി വേഷപ്രച്ഛന്നനായി മദീനയിലെ തെരുവോരങ്ങളിലൂടെ നടക്കുകയാണ്. സുബഹിയോടടുത്ത സമയമായപ്പോൾ ക്ഷീണിച്ച് അവശനായ ഖലീഫത്തുൽ മുസ്ലിമീൻ ഉമർ ഒരു കുടിലിന്റെ ഭിത്തിയിൽ ചാരി നിന്ന് തൂങ്ങി ഉറങ്ങുമ്പോൾ ആ കുടിലിന്റെ ഉള്ളിൽ നിന്ന് ഉമ്മ മകളോട് വിളിച്ചു പറയുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ഖലീഫത്തുൽ മുസ്ലിമീൻ ഉമർ ഞെട്ടി ഉണരുന്നത്. മോളെ, പാലിൽ വെള്ളം ചേർക്കുക. മകൾ ഉമ്മയോട് ചോദിക്കുന്നു, പ്രിയപ്പെട്ട ഉമ്മ, ആര് ഭരിക്കുന്ന മദീനയിലാണ് താമസിക്കുന്നത് എന്ന് ഓർമ്മയുണ്ടോ? ഉമറുൽ ഫാറൂഖ് ഭരിക്കുന്ന മദീന. ഉമറുൽ ഫാറൂഖ് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മെ കഠിനമായി ശിക്ഷിക്കില്ലേ? ഉമ്മ മകളോട് ചോദിക്കുകയാണ്, മോളെ, ഈ പാതിരാത്രി സമയത്ത് ഉമർ എവിടെയെങ്കിലും വിശ്രമിക്കുകയായിരിക്കും, നീ പാലിൽ വെള്ളം ചേർക്കും. ഉമ്മ മകളോട് പറഞ്ഞപ്പോ മകൾ ഉമ്മയോട് ചോദിക്കുകയാണ്, ഈ പാതിരാത്രി സമയത്ത് അഥവാ ഖലീഫത്തുൽ മുസ്ലിമീൻ ഉമർ നമ്മുടെ ഈ ചലനം അറിയുന്നില്ല എങ്കിലും അല്ലാഹ് എവിടെ പോയി? ഒരു പെൺകുട്ടിയുടെ ഹൃദയത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയുണ്ടായപ്പോ പാതിരാത്രി സമയത്ത് ആ തഖ്വ അവളുടെ കരങ്ങളെ ഹറാമിൽ നിന്ന് പാപങ്ങളിൽ നിന്ന് നിയന്ത്രിച്ചു നിർത്തുകയാണ്. ഇന്ന് ദിനം പ്രതി നമ്മൾ കാണുന്നത് പാപം, കേൾക്കുന്നത് പാപം, പറയുന്നത് പാപം. കാരണം ഹൃദയത്തിൽ അങ്ങനെ ഒരു ചിന്തയില്ല. ഇബാദത്തിലൂടെ തഖ്വ കിട്ടിക്കഴിഞ്ഞാൽ പൈശാചിക ദുർബോധനങ്ങളെ കുറിച്ചുള്ള ബോധനം ഹൃദയത്തിൽ ഉണ്ടാകും. പാപം ചെയ്യുമ്പോ അങ്ങനെ ഒരു കൈഫിയത്ത് ഹൃദയത്തിലുണ്ട് എങ്കിൽ ആ കൈഫിയത്തിലൂടെ പാപത്തിൽ നിന്ന് തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നു എങ്കിൽ ഹൃദയത്തിൽ തഖ്വ കിട്ടി. അല്ലാതെ ഹറാമായ കാര്യങ്ങൾ നോക്കുന്നു, ഹറാമായ കാര്യങ്ങൾ കേൾക്കുന്നു, ഹൃദയത്തിൽ ലവലേശം തഖ്വയില്ല. ചിലപ്പോ ജീവിതത്തിൽ തഹജ്ജുദ് നിസ്കാരം ഉണ്ടാവും, സുന്നത്തായ നോമ്പുണ്ടാവും. ഈ തഖ്വ ഹൃദയത്തിൽ നേടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഹറാമിൽ നിന്ന് പരിശുദ്ധമായി കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. അല്ലാഹു നൽകും. ഒന്ന്, ടെൻഷൻ ഇല്ലാത്തൊരു ജീവിതം, ബേജാറ്, ആശങ്ക, ഇതൊന്നും ഹൃദയത്തിൽ ഇല്ലാത്ത സ്വൈര്യമായ സമാധാനപൂർണമായ ജീവിതം. രണ്ട്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് നല്ല സൗകര്യം, നല്ല വീട്, നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല വാഹനം, നല്ല ജോലി. അല്ലാഹു പറയാ, ആര് ഇബാദത്തിലൂടെ ഹൃദയത്തിൽ തഖ്വ നേടിയെടുത്തു, ആ തഖ്വയിലൂടെ ജീവിതം ഹറാമിൽ നിന്ന് പാപങ്ങളിൽ നിന്ന് പരിശുദ്ധമായോ, യജ്അൽ ലഹു മഖ്റജ, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും, എല്ലാ ടെൻഷനുകളിൽ നിന്നും, എല്ലാ ആശങ്കകളിൽ നിന്നും മോചനമാർഗം അല്ലാഹു ഒരുക്കി കൊടുക്കും. അവന്റെ ഹൃദയത്തിൽ സമാധാനം, അവന്റെ ഹൃദയത്തിൽ സ്വൈരത, അവന്റെ ഹൃദയത്തിൽ സന്തോഷം. വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്, അവൻ ഊഹിക്കാത്ത വണ്ണം അവന് കഴിക്കാനുള്ള ഭക്ഷണം, കുടിക്കാനുള്ള വെള്ളം, താമസിക്കാനുള്ള പാർപ്പിടം, ജീവിക്കാനുള്ള എല്ലാ ഉപാധികളും അല്ലാഹു ഒരുക്കി കൊടുക്കുമെന്ന് ഖുർആനിലൂടെ അറിയിക്കുകയാണ്. എന്ന് പാപം പ്രവർത്തിക്കുക, ടെൻഷൻ മാറാൻ വേണ്ടി വീണ്ടും പാപം പ്രവർത്തിക്കുക, നഅൂദുബില്ലാ, ഒരു കുഴിയിൽ നിന്ന് വലിയൊരു കുഴിയിലേക്ക് ചാടുന്നുണ്ട്. നാളെ ആഖിറത്തിൽ ഉയർന്ന വിജയം ഈ തഖ്വയിലൂടെ. അല്ലാഹു ചോദിക്കുകയാണ്, മസലുൽ ജന്നത്തില്ലതി യുഇദൽ മുത്തഖൂൻ, ഇബാദത്തിലൂടെ ഹൃദയത്തിൽ തഖ്വ നേടി ആ തഖ്വയിലൂടെ ജീവിതം ഹറാമിൽ നിന്ന് പരിശുദ്ധമായാൽ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നത് സ്വർഗമാണ്. ആ സ്വർഗം അനുഗ്രഹങ്ങളുടെ സംഗീതം. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പൂവണിയുന്ന ലോകവും സ്വർഗം. അതുകൊണ്ട് അനുഗ്രഹീത റമദാനിലൂടെ ഹൃദയത്തിൽ തഖ്വ നേടിയെടുക്കണമെങ്കിൽ പകൽ നോമ്പെടുക്കണം. അതുപോലെ റമദാനിൽ ചെയ്യേണ്ടുന്ന അമലുകൾ ഖുർആൻ പറയുന്നു, ഒന്ന് പകല് നോമ്പ്. രണ്ടാമത് അത് കഴിഞ്ഞ ഉടനെ അല്ലാഹു പറയുന്നത് സൂറത്തുൽ ബഖറയിൽ, ശഹറു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ
فمن شهد منكم الشهر فليصمه ومن كان مريضا أو على سفر فعدة من أيام أخر. അനുഗ്രഹീത റമദാനിലാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായത്. വിശുദ്ധ ഖുർആൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ പള്ളികളിലൊക്കെ ഖുർആനുണ്ട്. ആ ഖുർആൻ എടുത്തു പോയി കഴിഞ്ഞാൽ അതും പൊടിയടിച്ചിരിക്കുകയായിരിക്കും. കാരണം ഓതുന്നവർ കുറവാണ്. വീട്ടിലാണെങ്കിൽ ഖുർആൻ ഉണ്ടാവും. ആരെങ്കിലും മരിക്കപ്പോൾ മാത്രം പൊടി തട്ടിയെടുത്ത് ഏതെങ്കിലും മുത്താലിമികളോ ഉസ്താദ്മാരെ വിളിച്ച് ഓതാൻ പോകും. നമ്മൾ ചെറിയ പ്രായത്തിൽ പഠിച്ച ഖുർആൻ നമ്മളെടുത്ത് ഓതി 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 ശരിയായ നിലയിൽ ഓതാൻ പറ്റും. അനുഗ്രഹീത റമദാൻ ഖുർആനിന്റെ മാസമാണ്. അതുകൊണ്ട് ഖുർആൻ കൂടുതൽ ഓതേണ്ടുന്ന മാസം. നമ്മളൊന്ന് ചിന്തിച്ചൊക്കെ, ഭൗതിക ലോകത്ത് ഭൗതികതയുടെ അതിപ്രസരത്തിന്റെ ഇടയിൽ അനുഗ്രഹീത റമദാനിലെങ്കിലും നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നില്ല എങ്കിൽ, ആദ്യം മുതൽ അവസാനം വരെ ഖത്തം തീർക്കുന്നില്ല എങ്കിൽ പിന്നെ എപ്പോഴാ ഖുർആൻ ഓതുന്നത്? ദീനിന്റെ പ്രതീകങ്ങളായിരുന്ന ആൾക്കാർ വരെയും റമദാനായി കഴിഞ്ഞാൽ ഖുർആനുമായി അഭേദ്യ ബന്ധം സ്ഥാപിക്കുമായിരുന്നു. ഖുർആൻ ഒരു ദിവസം ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർക്കുന്നവർ ഉസ്മാൻ റളിയല്ലാഹു അൻഹു റമദാനിൽ ഒരു ദിവസം ആദ്യം മുതൽ അവസാനം വരെ ഖുർആൻ ഓതി. ഖത്താദ റഹിമഹുള്ള എല്ലാ മാസവും ഒരാഴ്ചയിൽ ഒരു ഖത്തം തീർക്കും. റമദാനായി കഴിഞ്ഞാൽ 3 ദിവസം കൊണ്ട് ഒരു പ്രാവശ്യം ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർക്കും. അവസാനത്തെ 10 ആയി കഴിഞ്ഞാൽ ഓരോ ദിവസവും ഒരു ഖത്തം തീർക്കും. ഇമാം ശാഫിഈ അലൈഹി റഹ്മ അനുഗ്രഹീത റമദാനിൽ 2 വട്ടം ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർക്കും. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുള്ള റമദാനായി കഴിഞ്ഞാൽ 2 പ്രാവശ്യം ആദ്യം മുതൽ അവസാനം വരെ ഖുർആൻ ഓതി തീർക്കും. ഒരു റമദാൻ കഴിയുമ്പോൾ ഇമാം ശാഫി, ഇമാം അബൂ ഹനീഫയും 60 ഖത്തം തീർക്കും. 60 പ്രാവശ്യം വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർക്കും. ഇമാം മാലിക് റഹിമഹുള്ള റമദാനായി കഴിഞ്ഞാൽ ഹദീസ് വായന അവസാനിപ്പിക്കും, ഹദീസിന്റെ ദർസ് അവസാനിപ്പിക്കും, ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കും. ഇമാം ബുഖാരി അലൈഹി റഹ്മ അനുഗ്രഹീത റമദാനിൽ എല്ലാ ദിവസവും പകലിൽ ഒരു പ്രാവശ്യം ഖുർആൻ ഓതി തീർക്കും. 30 ദിവസം 30 പകൽ കൊണ്ട് 30 ഖത്തം തീർക്കും. തറാവീഹ് കഴിഞ്ഞാൽ 30 ഖിയാമുൽ ലൈൽ തഹജ്ജുദ് നിസ്കരിക്കും. ഈ തഹജ്ജുദ് നമസ്കാരത്തിൽ 3 രാത്രി കൊണ്ട് ഒരു പ്രാവശ്യം ഖത്തം ഓതി തീർക്കും. അങ്ങനെ ഒരു റമദാൻ കഴിയുമ്പോൾ 40 പ്രാവശ്യം വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർക്കും ഇമാം ബുഖാരി അലൈഹി. അതുകൊണ്ട് അനുഗ്രഹീത റമദാൻ ഖുർആനിന്റെ മാസമാണ്. വെറുതെ അവിടെയും ഇവിടെയും ഇരുന്നു കൊണ്ട് അവന്റെയും ഇവന്റെയും കാര്യങ്ങൾ പറയുന്നതിന് പകരം പള്ളികളിൽ വന്നിരുന്ന് കൂടുതലായി ഖുർആൻ ഓതി. 3ാമത് ഖുർആൻ പറയുന്ന അമൽ ദുആന്റെ മാസമാണ്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅാനി ഫൽയസ്തജീബു ലി വൽയുമിനൂ ബി ലഅല്ലഹും യർശുദൂൻ. ഇദാ സഅലക ഇബാദി, ഏ മുഹമ്മദേ എന്റെ ദാസന്മാർ നിങ്ങളോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ സമീപത്ത് തന്നെയുണ്ട് എന്ന് പറയണം. ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅാനി, എന്നോട് ദുആ ചെയ്യുന്നവൻ ദുആ ചെയ്യുമ്പോൾ ഞാൻ ഉത്തരം നൽകും. ഫൽയസ്തജീബു ലി, അതുകൊണ്ട് എന്നോട് നിങ്ങൾ ഉത്തരം ആവശ്യപ്പെടണം. ദുആ എന്ന് എത്രയോ വട്ടം കേട്ടിട്ടുണ്ട്. നമ്മൾ എത്ര വട്ടം ദുആ ചെയ്തിട്ടുണ്ട്? ഈ ദുആന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഉസ്താദിന്റെ കയ്യിൽ പൈസ കൊണ്ട് കൊടുത്ത് ഉസ്താദ് മാത്രം ചെയ്യേണ്ടുന്ന എന്തോ കാര്യവും. ഓരോരുത്തരും അവനവന്റെ പ്രൈവറ്റായ കാര്യങ്ങൾ, ദീനിയായ കാര്യങ്ങൾ, ദുന്യവിയായ കാര്യങ്ങൾ അള്ളാഹുവിനോട് സമർപ്പിച്ച്, അള്ള എല്ലാ ഭാഷയും അറിയുന്നവനാണ്, അവനോട് ദുആ ചെയ്ത് നേടേണ്ടുന്ന മാസമാണ് റമദാൻ. അതുകൊണ്ട് അനുഗ്രഹീത റമദാനിൽ പകലിൽ ഒരു അരമണിക്കൂർ, രാത്രി ഒരു അരമണിക്കൂർ ഒഴിവാക്കിയെടുത്ത് നല്ലതുപോലെ ദുആ ചെയ്യും. ഇഫ്താറിന്റെ സമയം, നോമ്പ് തുറക്കുന്ന സമയം അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഇന്ന ലിസ്സായിമി ഫീ ഫിത്രിഹി ലദഅവതൻ മാ തുറദ്ദു. തീർച്ചയായും നോമ്പ് പിടിക്കുന്നവന് നോമ്പ് മുറിക്കുന്ന സമയത്ത്, മഗ്രിബിന്റെ സമയത്ത് ഒരു ദുആ അല്ലാഹു നൽകും. ആ ദുആയെ ഒരിക്കലും അല്ലാഹു തട്ടൂല. ആ സമയത്ത് നമ്മൾ അല്ലാഹുവിനോട് നല്ലതുപോലെ ദുആ ചെയ്യും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിറഹ്മതിക അല്ലതി വസിഅത കുല്ല ശൈഇൻ അൻ തഗ്ഫിറ ലി. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് എല്ലാത്തിലും വ്യാപകമാണ്, നീ എന്റെ പാപങ്ങളൊക്കെ പുറത്തു തരണം.
ദീനിയായ നന്മയും ദുന്യവിയായ നന്മയും ഉഖ്റവിയായ നന്മയും നമുക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, ഭാര്യ മക്കൾക്ക് വേണ്ടി ദുആ ഇറക്കി. അങ്ങനെ ഒരു റമദാൻ കഴിയുമ്പോൾ നമ്മുടെ ദീനിയും ദുന്യവിയുമായി എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ്. റമദാനിൽ നാലാമതായി ഖുർആൻ പറയുന്ന അമല് أحل لكم ليلة الصيام الرفث إلى نسائكم هن لباس لكم وأنتم لباس لهن علم الله أنكم كنتم تختانون أنفسكم فتاب عليكم وعفى عنكم فالآن باشروهن وابتغوا ما كتب الله لهن وكلوا واشربوا حتى يتبين لكم الخيط الأبيض من الخيط الأسود من الفجر ثم أتموا الصيام إلى الليل ولا تباشروهن وأنتم ആകിഫൂന ഫിൽ മസാജിദ്. റമളാനല്ലാത്ത മാസങ്ങളിൽ നമ്മൾ കടകമ്പോളങ്ങളിൽ വ്യാപൃതരായിരുന്നു. ഭൗതികമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അനുഗ്രഹീത റമളാനിൽ നിങ്ങൾ പള്ളികളെ അവലംബിക്കുകയും പള്ളികളെ ശരണം പ്രാപിക്കുകയും പകലും രാത്രിയൊക്കെ ഒഴിവായ സമയത്ത് പള്ളിയിൽ വന്നിരിക്കും. ഏത്തിക്കാഫിലിരുന്നിട്ട് പള്ളിയിലിരുന്ന് ഖുർആൻ ഓതി, പള്ളിയിലിരുന്ന് ദിക്ർ ചെയ്യും, പള്ളിയിലിരുന്ന് ദുആ ചെയ്യും. കച്ചവടങ്ങളിൽ വ്യാപൃതരാകുന്ന ആൾക്കാർ ളുഹറിന് കുറച്ച് മുമ്പ് വരും. അവരെന്ത് ചെയ്യുക? ഖുർആൻ ഓതി. നിസ്കാരം കഴിഞ്ഞിട്ടും ഖുർആൻ ഓതി. ഇഅ്തികാഫിന്റെ നിയ്യത്തോടെ പള്ളിയിൽ ഉറങ്ങുന്നതിന്റെ പേരിലും ഉയർന്ന ഇബാദത്തുകൾ. അതുകൊണ്ട് നമ്മൾ കമ്പോളങ്ങളിലും കവരകളിലും ഇരുന്നു കൊണ്ട് അവന്റെയും ഇവന്റെയും കാര്യം പറഞ്ഞ് നമ്മുടെ നോമ്പിനെ ഫസാദാക്കാതെ പള്ളിയിൽ വന്നിരിക്കും. ഈ 4 അമലുകൾ ഖുർആൻ പറയും. എന്തുകൊണ്ടാണ്? ധാരാളം അമലുകളുണ്ട്. ഈ 4 അമലുകൾക്ക് വലിയ സ്ഥാനമുണ്ട്. ഒന്ന് പകലിൽ നോമ്പെടുക്കുക, 2 ഖുർആൻ കൂടുതലായി ഓതുക, തറാവീഹിന് ഖുർആൻ കേൾക്കുക, 3-മതായി നല്ലതുപോലെ ദുആ ഇറക്കുക, 4-മതായി പള്ളിയെ ശരണം പ്രാപിച്ചുകൊണ്ട് പള്ളിയിൽ കഴിഞ്ഞുകൂടി പള്ളിയിൽ നടക്കുന്ന അമലുകളുമായി വ്യാപൃതമാണ്. ഈ രൂപത്തിൽ വരുന്ന റമദാൻ നമ്മൾ ഇബാദത്ത് കൊണ്ട് സജീവമാക്കിയാൽ ആ ഇബാദത്തിന്റെ പ്രതിഫലനം നമുക്ക് ഹൃദയത്തിൽ അനുഭവിക്കാൻ കഴിയും. റമദാൻ കഴിയുമ്പോൾ ഹൃദയത്തിന് പ്രത്യേകമായ ഒരു ചൈതന്യം, ഒരു വെട്ടവും വെളിച്ചവും. ആ വെളിച്ചത്തിന്റെ പേര് തഖ്വ. അത് കേവലം നമ്മളിങ്ങനെ പകല് നോമ്പ് പിടിച്ച് നടന്നു, പിന്നീട് എന്ത് ചെയ്ത് തോന്നി കണക്ക് അവന്റെ ഇവന്റെയും കാര്യം പറഞ്ഞു, ഖുർആൻ ഓതിയില്ല, ദുആ ചെയ്തില്ല, ഇങ്ങനെ വെറുതെ പകല് നോമ്പ് പിടിക്കുന്നതിന്റെ വലിയൊരു കൈഫിയത്ത് ഹൃദയത്തിൽ കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല വരുന്ന റമദാൻ എല്ലാ നിലയിലും ആ റമദാനിൽ അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന എല്ലാ ദീനിയും ദുന്യവിയുമായ നന്മകൾ നേടിയെടുക്കുന്ന സജ്ജനങ്ങളായ ദാസന്മാരിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.